ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. മനുഷ്യൻ്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ബന്ധങ്ങൾ. ബന്ധങ്ങൾ നമുക്ക് നല്ല അനുഭവങ്ങളും തരും, മോശപ്പെട്ട അനുഭവങ്ങളും തരും. ഈ ബന്ധങ്ങളിലൂടെ നമുക്ക് കെയറിങ്, ഷെയറിങ് ഇവയൊക്കെ ലഭിക്കും. ഈ കെയറിങ്ങും ഷെയറിങ്ങും നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ്. എന്നാൽ ഈ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അല്പം ബുദ്ധിമുട്ടാണ്. ബന്ധങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് അക്സെപ്റ്റൻസ്, എക്സ്പെക്റ്റേഷൻ, അണ്ടർസ്റ്റാൻഡിങ് മുതലായവ. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, വ്യത്യസ്ത സ്വഭാവക്കാരാണ്. അപ്പം അവരോട് വ്യത്യസ്ത രീതിയിൽ നമ്മൾ പെരുമാറാൻ സാധിച്ചാൽ ആ ബന്ധം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ എക്സ്പെക്റ്റേഷന് പകരം അക്സെപ്റ്റൻസ് കൊണ്ടുവരണം. അതായത് നമ്മൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവരെ അവരായി തന്നെ അംഗീകരിക്കുക. ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു നിശ്ചിത അകലം പാലിക്കുക. കൂടുതൽ അടുക്കാനും പാടില്ല, കൂടുതൽ അകലാനും പാടില്ല. ഇത്രയും വിലപ്പെട്ട ബന്ധങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും തകർന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള ഒരു കാരണം ഞാൻ പറയാം. ബന്ധങ്ങൾ തകരുന്നത് എപ്പോഴും വലിയ പ്രോബ്ലംസ് കൊണ്ടായിരിക്കില്ല, വലിയ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല ഒരു ബന്ധം തകരാൻ. ചില നിസ്സാര കാര്യങ്ങൾ കൊണ്ടും ചില ബന്ധങ്ങൾ തകർന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള ഒന്നാണ് അസംഷൻസ്, ഊഹാപോഹങ്ങൾ. മനുഷ്യർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ് ഊഹാപോഹങ്ങൾ. എന്താണ് അസംഷൻ? വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെ ഊഹാപോഹങ്ങളിൽ നിന്ന് സ്വയം ചിന്തിച്ച് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഈ കോൺഫ്ലിക്റ്റുകൾ വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് അഥവാ തെറ്റിദ്ധാരണകളിലേക്ക് വഴിയൊരുക്കുന്നു. ഈ തെറ്റിദ്ധാരണകൾ മൂലം വാഗ്വാദങ്ങൾ അഥവാ ആർഗ്യുമെന്റ്സ് ഉണ്ടാകുന്നു. ആ ആർഗ്യുമെന്റ്സ് ബന്ധത്തെ തകർക്കുന്നു. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരാളിനെ ഫോൺ ചെയ്യുന്നു, അയാൾ ഫോൺ എടുക്കുന്നില്ല. ഒന്നുകൂടി പോലും ഞാൻ ട്രൈ ചെയ്യാതെ ചില ഊഹാപോഹങ്ങളിൽ ഞാൻ എത്തിച്ചേരുന്നു. അതായത് അദ്ദേഹം ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നോടുള്ള വെറുപ്പ് കൊണ്ടായിരിക്കാം എന്നൊക്കെ ഞാനങ്ങ് ചിന്തിച്ചു കൂട്ടുന്നു. എന്നാൽ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്തായിരുന്നെന്നോ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നെന്നോ ഞാൻ ചിന്തിക്കാതെ അദ്ദേഹത്തെക്കുറിച്ച് തെറ്റായി കുറേ ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കുന്നു. അതായത് സത്യാവസ്ഥ മനസ്സിലാക്കാതെ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുന്നു. അദ്ദേഹം നമുക്ക് ആരായിരുന്നു എന്ന് പോലും ചിന്തിക്കാതെ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുന്നു. ഇങ്ങനെ ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങൾ നല്ല ബന്ധത്തെ തകർക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ മനസ്സിലാക്കാത്ത ആരും നമ്മുടെ ബന്ധുവല്ല. നമ്മുടെ അസംഷൻസ് സത്യമാണോ, തെളിവുകൾ ഉള്ളവയാണോ എന്ന് നാം ചിന്തിക്കണം. ഊഹാപോഹങ്ങൾ അപകടകാരികളാണ്, അത് ബന്ധങ്ങളെ തകർക്കും. ഇത്തരം ഊഹാപോഹങ്ങളെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? അതിന് വേണ്ട ഒരേ ഒരു മാർഗം ഇഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻസ് കൊണ്ടുവരിക എന്നതാണ്. നാം കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ എവിടെയാണ് തെറ്റുപറ്റിയതെന്നും ആർക്കാണ് തെറ്റുപറ്റിയതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷൻ കുറയുന്നിടത്ത് അസംഷൻ കൂടും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ മക്കൾ എന്തെങ്കിലും ആവശ്യത്തിനായി പുറത്തു പോയെന്നിരിക്കട്ടെ. അവർ പറഞ്ഞ സമയത്ത് തിരിച്ചെത്തിയില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ആ ടെൻഷൻ? ആവശ്യമില്ലാത്തത് മൊത്തം ചിന്തിച്ചു കൂട്ടും. നടക്കാവുന്നതും നടന്നുകൂടാത്തതും ഒക്കെ ചിന്തിച്ച് ഊഹിച്ച് അതിനെ സത്യമെന്ന് ഭാവിച്ച് വിഷമിക്കാൻ തുടങ്ങും. അവരെപ്പോൾ തിരിച്ചെത്തുന്നോ അപ്പോൾ വരെ നമ്മൾ ഈ ടെൻഷനും പേറിയിരിക്കും. അവർ കുറച്ച് വൈകി തിരിച്ചെത്തുന്നു, അപ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടും. ഒന്ന് പറഞ്ഞുകൂടായിരുന്ന, എവിടെയാണ് പോയത് എന്നുള്ള രീതിയിൽ നമ്മൾ ദേഷ്യപ്പെടുകയും അത് വലിയൊരു കോൺഫ്ലിക്റ്റിലേക്കോ ഒരു ആർഗ്യുമെന്റിലേക്കോ ഒക്കെ നീങ്ങിയെന്നിരിക്കും. അത് ബന്ധത്തെ തകർക്കുന്ന ഒരു ഉദാഹരണം അല്ലെങ്കിലും നമുക്ക് ടെൻഷൻ കൂടി നമ്മൾ ദേഷ്യപ്പെടും, അത് വലിയ ആർഗ്യുമെന്റിലേക്കൊക്കെ നീങ്ങിയെന്നിരിക്കും. പിന്നീടായിരിക്കും നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. അവർ വരുന്ന വഴിയിൽ ഒരു ഫ്രണ്ടിനെ കണ്ടു, ഫ്രണ്ടുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വന്നു, വിളിച്ചു പറയാൻ പറ്റിയില്ല. നമ്മളോട് ആ കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കില്ലായിരുന്നു, ഈ കോൺഫ്ലിക്റ്റും ആർഗ്യുമെൻറ്റും ഒന്നും ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞാൽ അസംഷൻ അഥവാ ഊഹാപോഹങ്ങൾ കൂടും. ഊഹാപോഹങ്ങൾ ഒഴിവാക്കാൻ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്.
ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളെ നിലനിർത്തും. ബന്ധങ്ങളിൽ റെസ്പെക്റ്റ്, കമ്മ്യൂണിക്കേഷൻ, ട്രസ്റ്റ് ഇവ വളരെ പ്രാധാന്യമുള്ള ഘടകങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ കൂട്ടൂ, അസംഷൻ കുറയ്ക്കൂ, ബന്ധങ്ങളെ നിലനിർത്തൂ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.